ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കിയാലോ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഇന്ന് നമുക്ക് നോക്കാം. ഫ്രാൻസിസിൻ്റെ അടുക്കൽ ഒരിക്കൽ ഒരു സന്യാസി എത്തി. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. ഫ്രാൻസിസ് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ താങ്കളും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ വരിക. പ്രാർത്ഥനാ രീതി ഇപ്രകാരമായിരിക്കും. നാം രണ്ടുപേരും കയ്യിൽ കുറച്ച് കല്ലുകളുമായി 2 മുറികളിലായി പ്രാർത്ഥിക്കാനിരിക്കുന്നു. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഓരോ പ്രാവശ്യവും ചൊല്ലിക്കഴിയുമ്പോൾ കയ്യിലിരിക്കുന്ന കല്ലുകൾ ഓരോന്നായി മറുകൈയിലേക്കിടണം. വളരെ വിചിത്രമായ ഈ പ്രാർത്ഥനാ രീതി അനുവർത്തിച്ചുകൊണ്ട് അന്നു രാത്രിയിൽ അവർ 2 മുറികളിലായി പ്രാർത്ഥിക്കാനിരുന്നു. പിറ്റേന്ന് ചൊല്ലുകൂട്ടിയ പ്രാർത്ഥനയെല്ലാം കാണിക്കുവാനായി കല്ലുകളുമായി ഫ്രാൻസിസിൻ്റെ അടുക്കിലെത്തിയ സന്യാസിനിക്ക് അവിടെ കണ്ട കാഴ്ച അത്ഭുതപ്പെട്ടുപോയി. നിറകണ്ണുകളോടെ നിൽക്കുന്ന ഫ്രാൻസിസ് ഒരു കല്ലെടുത്ത് മറുകൈയിലേക്ക് ഇടാനാവാതെ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള വിളിയിൽ സ്വരമിടറി വിറച്ചുകൊണ്ട് നിൽക്കുകയാണ് അദ്ദേഹം. പ്രാർത്ഥനയെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല സന്യാസി. ഓക്കെ.